ലോക നേതാവാണ്, ഒരു പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ. പക്ഷേ ലോകത്തെ എല്ലാ നേതാക്കളും ഉറ്റുനോക്കുന്ന ഒരു നേതാവായി മാറിയിരിക്കുന്നു. അദ്ദേഹം വരുമ്പോൾ ആ വേദിയിൽ എല്ലാവരും കാത്തു നിൽക്കുന്നു, അദ്ദേഹത്തെ ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ സെൽഫി എടുക്കാൻ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. ഒരു കാലത്തും നമ്മുടെ ഒരു മുഖ്യമന്ത്രിമാർക്കും ഈ ഒരു വില ഒരിടത്തും കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ രാജ്യം ശക്തമാണെന്നാണ് വെളിയിൽ പോയി പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ബുദ്ധിമുട്ടിലാണ്, എന്തെങ്കിലും തരടേന്ന് കൈ നീട്ടുകയല്ല. എനിക്ക് വ്യക്തിപരമായ അനുഭവം എന്ന് വെച്ചാൽ 2021 ഓഗസ്റ്റ് 2 അദ്ദേഹം ഏപ്രിൽ 2 ഇവിടെ വരുമ്പോൾ വേദിയിൽ വെച്ച് ഞാനൊരു മെമ്മോറണ്ടം കൊടുത്തു. അന്ന് ഞാൻ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ തിരക്കിനിടയിൽ അദ്ദേഹം അത് വാങ്ങിച്ചു, അവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിങ്ങനെ ബാക്കിലോട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൻ്റെ കൊടുത്തു. വേദി വിട്ടിറങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് ഗ്രീൻ റൂമിൽ കുറച്ച് ചർച്ച ചെയ്തിട്ട് ഇറങ്ങുന്നത്. ഇത് അദ്ദേഹം പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇലക്ഷൻ ക്യാമ്പയിന് പോകരുത്, എനിക്ക് നിർദ്ദേശം വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 മന്ത്രിമാരെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഒന്ന് ശ്രീ മുരളീധരൻ, 2 പ്രഹ്ലാദ് ജോഷി. ഈ 2 പേരും ഈ കടപ്പുറത്ത്, അതായത് മിനി ഫിഷിംഗ് ഹാർബർ വലിയ തുറയിൽ കൊണ്ടുവരാനുള്ളൊരു പ്രോജക്റ്റാണ് കൊടുത്തത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു ഇലക്ഷൻ തിരക്കിൽ വരുന്ന ഒരു പ്രധാനമന്ത്രി ഈ രീതിയിൽ പെരുമാറും. രാവിലെ ഇലക്ഷൻ നിർത്തിവെച്ചു, അവിടെ ചെല്ലുന്നു, അവിടുത്തെ പ്രതിനിധികൾ, അതിനകത്ത് BJP-ക്കാർ കുറവാണ്, കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരെ ഇരുത്തി. ഡിക്രൂസേട്ട് എന്ന് പറയും, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെ ഇരുന്ന് സംസാരിച്ചത്. എന്നിട്ട് ഈ വിഷയം ഇലക്ഷൻ സമയമായതുകൊണ്ട് ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്റ്റിലുണ്ട്, പ്രഖ്യാപനം പറ്റില്ല, നമുക്ക് ആലോചിച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് പറയാമെന്ന് പറയുന്നു. അവിടെ നിൽക്കട്ടെ. 2, ഇത് കഴിഞ്ഞാണ് ഡൽഹിയിൽ അദ്ദേഹത്തെ ഒക്ടോബർ 19 കാണുന്നത്.